ചെയ്തോ, മറ്റേ സൈഡിലേക്ക് പിടിച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മഷ്റൂം ചീസ് സാൻഡ്വിച്ച്. ഇത് എൻ്റെ മോൾ സൈറാക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാൻഡ്വിച്ചാണ്. മഷ്റൂം ഇഷ്ടമുള്ളവർക്കും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 2 ടൈപ്പിലാണ് ഞാൻ കാണിക്കുന്നത്. ഒരെണ്ണത്തിൽ കുറച്ചും കൂടി ഡീറ്റെയിലും കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മറ്റേ വേർഷൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1 കപ്പ് സ്ലൈസ് ചെയ്ത മഷ്റൂംസ് വേണം. ഞാൻ എപ്പോഴും ഈ സ്വിസ് ബ്രൗൺ മഷ്റൂം സ്ലൈസ് ചെയ്തതാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ഫ്ലേവർ എനിക്ക് അതിനാണ് തോന്നുന്നത്. ഇതില്ലെങ്കിൽ വൈറ്റ് ബട്ടൺ മഷ്റൂംസും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചെറി ടൊമാറ്റോസ് വേണം. ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ സ്വീറ്റ് ഗ്രേപ്പ് ചെറി ടൊമാറ്റോസ് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് 1/4 കപ്പ് ചോപ്പ് ചെയ്ത ഫ്രഷ് ഇലകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പാഴ്സ്ലി ഉപയോഗിക്കാം. പാഴ്സ്ലിയുടെ മണം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അതിന് പകരം ബേബി സ്പിനച്ച് ഉപയോഗിക്കാം. പിന്നെ ചീസ് സ്ലൈസസ് വേണം. പിന്നെ ഞാൻ മഷ്റൂം സീസണിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഏതെങ്കിലും സീസണിങ് പൗഡർ അല്ലെങ്കിൽ ഉപ്പായാലും മതി. പിന്നെ കുറച്ച് മൈദ വേണം, 1 ടീസ്പൂണോളം. പിന്നെ ഹോൾ മീൽ ബ്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഈ സാൻഡ്വിച്ചിന്, ബ്രൗൺ ബ്രെഡ്. പിന്നെ കുറച്ച് പാൽ വേണം, ഓലിവ് ഓയിൽ, ബട്ടർ, പിന്നെ കുരുമുളകും ഉപ്പും പാകത്തിന് വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് സ്വിസ് ബ്രൗൺ മഷ്റൂംസ് ആഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് പരത്തി കൊടുത്താൽ മതി, ഇളക്കി കൊടുക്കണ്ട. 1 മിനിറ്റ് അതങ്ങനെ വെറുതെ ഒന്ന് ചൂടായി പതുക്കനെ തന്നെ ഇരുന്ന് ചുരുങ്ങും. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചെറുതായൊരു ബ്രൗൺ ആവും, നല്ല സൈസും കുറഞ്ഞിട്ടുണ്ടാവും, ഇതുപോലെ ആവും. ഇനി ഇതിലേക്ക് നമുക്ക് സീസണിങ് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 നുള്ള് മഷ്റൂം സീസണിങ് പൗഡർ. ഞാൻ മഷ്റൂം സീസണിങ് പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സീസണിങ് പൗഡർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പായാലും മതി. അതിനുശേഷം 1 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ആ മൈദ ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരു 1/4 കപ്പിനെക്കാളും കുറച്ച് കൂടുതലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വേണ്ട, കാരണം ഇതൊന്ന് കട്ടിയായി വരണം. ഇതൊന്ന് തിക്കൻ ആവുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പാഴ്സ്ലി ഇഷ്ടമല്ലെങ്കിൽ ബേബി സ്പിനച്ച് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഗ്രീൻസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്. ഗ്രീൻസ് ഒന്നും ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് പാഴ്സ്ലിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ അത് ആഡ് ചെയ്യാറുണ്ട്. എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ 1/4 കപ്പ് ഏതെങ്കിലും ഇലകൾ ആഡ് ചെയ്തിട്ട് അതൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചസ് ഗ്രിൽ ചെയ്യാൻ ഏതെങ്കിലും ഒരു തവ ആയാലും മതി. ഞാനിവിടെ ഒരു ചെറിയ ഗ്രിൽ പാനാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബട്ടർ വെച്ച് തടവി കൊടുത്തതിന് ശേഷം 1 സ്ലൈസ് ബ്രെഡ് വയ്ക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്പ് ചെറി ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറി ടൊമാറ്റോസ് ഇല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ മതി, തിൻ സ്ലൈസസ് ആയിട്ട് മതി, ഒരുപാട് കൂടുതൽ വേണ്ട. ഇതിൻ്റെ മുകളിൽ 1 സ്ലൈസ് ചീസ്, പിന്നെ വീണ്ടും 1 സ്ലൈസ് ബ്രെഡ് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ അടിയിലത്തെ സൈഡ് നല്ല ഗ്രില്ല് ചെയ്ത് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡും ഗ്രില്ല് ചെയ്ത് കൊടുക്കാം ബ്രൗൺ ആവുന്ന വരെ. അപ്പോൾ നമ്മുടെ ചീസ് നല്ല മെൽറ്റ് ചെയ്ത് ആ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നല്ല അതിൻ്റെ കൂടെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വേഗം സെർവ് ചെയ്യണം. ബാക്കിയുള്ള സാൻഡ്വിച്ചസ് ഇതുപോലെ തന്നെ ചെയ്യാം. വലിയ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഒരുമിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ച് പ്രസ് ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ക്രീമി വേർഷൻ, കുറച്ചും കൂടി ഫില്ലിംഗ് ആയിട്ടുള്ള വേർഷൻ. ഇനി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മഷ്റൂം സാൻഡ്വിച്ചും കൂടി നോക്കാം. അപ്പോൾ സിമ്പിൾ വേർഷനിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബട്ടൺ മഷ്റൂംസ് സ്ലൈസ് ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മഷ്റൂംസ് സ്ലൈസ് ചെയ്തത് ഫ്രൈങ് പാനിൽ ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഗ്രിൽ പാൻ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പ്രസ് അല്ലെങ്കിൽ സാധാരണ ഒരു ഫ്രൈങ് പാനിൽ ഇത്തിരി ബട്ടർ തേക്കണം. ബ്രെഡ് സ്ലൈസസ് പ്ലേസ് ചെയ്യുക.
ഈ ഫ്രൈ ചെയ്ത മഷ്റൂംസ് അതിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറി ടൊമാറ്റോ സ്ലൈസസും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചീസും വെച്ച് കൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് ക്വിക്കായിട്ട് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഈ വേർഷനാണ് ഉണ്ടാക്കാറ്. മറ്റേത് കുറച്ചും കൂടി ഫില്ലിംഗ് ആണ്. ഇപ്പോൾ വല്ല പുറത്തൊക്കെ പോകുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കാറുണ്ട്. കാരണം കുറേ നേരം വിശക്കില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആണ്. ഇതും നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഈ ഗ്രേപ്പ് ചെറി ടൊമാറ്റോസ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിന് നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. മറ്റേ ഓർഡിനറി ചെറി ടൊമാറ്റോസിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നുന്നു എനിക്ക്. ഈ ടൊമാറ്റോസ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ ടൊമാറ്റോസ് ആഡ് ചെയ്താൽ മതി. ചീസ്, ടൊമാറ്റോ, മഷ്റൂം, വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ സാൻഡ്വിച്ചും ട്രൈ ചെയ്ത് നോക്കാം. ഗ്രിൽ പാൻ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഒരു ഓർഡിനറി ഫ്രൈ പാനിലും ഇത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ആ ലൈൻസ് വരില്ല എന്നുള്ളൂ ഗ്രില്ല് ചെയ്ത മാർക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. മഷ്റൂം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അടുത്ത പ്രാവശ്യം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ. ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇറ്റലി ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.